ഹരേ കൃഷ്ണ. ദശകം 2 ഭഗവത് സ്വരൂപ മാധുര്യവും ഭക്തി മഹത്വവും. ശ്ലോകം 7. ഏവം ഭൂതദയാ ഹി ഭക്ത്യഭിഹിതോ യോഗസയോഗദ്വയാത് കർമ്മജ്ഞാനമയാത് പുരുഷോത്തമതരോ യോഗീശ്വരൈർഗീയതേ. സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മികാ ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈർ ലഭ്യാ രമാവല്ലഭ. ഇനി 7-ാമത്തെ ശ്ലോകത്തിൻ്റെ സന്ധിവിച്ഛേദം നോക്കാം. ഏവം ഭൂതതയാ ഹി ഭക്ത്യാഭിഹിതഃ യോഗഃ സഹ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് പുരുഷോത്തമതരഃ യോഗീശ്വരൈഃ പ്ലസ് ഗീയതേ. സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രഹർഷാത്മികാ ഭക്തിഃ നിശ്രമം പ്ലസ് ഏവ വിശ്വപുരുഷൈഃ ലഭ്യാ രമാവല്ലഭ. സന്ധിവിച്ഛേദം കഴിഞ്ഞു. ഇനി പദച്ഛേദം നോക്കാം. ഏവം ഭൂതതയാ, ഏവം ഭൂതതയാ ഭക്ത്യാഭിഹിതഃ, ഭക്തി അഭിഹിതഃ യോഗദ്വയാത്, യോഗദ്വയാത് കർമ്മജ്ഞാനമയാത്, കർമ്മജ്ഞാനമയാത് പുരുഷോത്തമതരഃ, പൃഷ ഉത്തരതരഃ യോഗീശ്വരൈഃ, യോഗീ ഈശ്വരൈഃ സൗന്ദര്യൈകരസാത്മകേ, സൗന്ദര്യ ഏക രസ ആത്മകേ പ്രേമപ്രകർഷാത്മിക, പ്രേമപ്രകർഷ ആത്മിക വിശ്വപുരുഷൈഃ, വിശ്വപുരുഷൈഃ രമാവല്ലഭ, രമാവല്ലഭ. 7-ാമത്തെ ശ്ലോകത്തിൻ്റെ സന്ധിവിച്ഛേദവും പദച്ഛേദവും കഴിഞ്ഞു. ഇനി 7-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. ഹേ ഗുരുവായൂരപ്പ, ഏവം ഭൂതതയാഹി, ഇപ്രകാരം ശ്രവണ മനനാദികൾ കൊണ്ട് ഇങ്ങനെ ചിത്താർദ്രീഭാവം അനുഭവമായതുകൊണ്ട് തന്നെയാണ് യോഗീശ്വരൈഃ ഭക്ത്യഭിഹിതഃ സയോഗഃ. വ്യാസനാരദാദി യോഗീശ്വരന്മാർ ഭക്തി എന്ന് പറയപ്പെടുന്ന ആ യോഗം കർമ്മജ്ഞാനമയാത് യോഗദ്വയാത്, അതായത് കർമ്മയോഗവും ജ്ഞാനയോഗവും എന്നറിയപ്പെടുന്ന മറ്റു 2 തരം ഭഗവത് പ്രാപ്തി മാർഗങ്ങളെക്കാട്ടിലും പുരുഷോത്തമതരഃ ഇത് ഗീയതേ, അത്യുത്തമമാണെന്ന് പാടി പുകഴ്ത്തി പോകുന്നത്. അപ്പോൾ നമ്മൾ 6-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, സദ്യപ്രേരയതേ മതിം മതയതേ രോമാഞ്ചയ അത്യംഗകം വ്യാസിഞ്ചത്യപി ശീതബാഷ്പവിസരൈ ആനന്ദമൂർച്ഛോദ്ഭവൈഃ. അതായത് ഭഗവാന്റെ രൂപം പരബ്രഹ്മാനന്ദമയവും മനോഹരവുമായ നിന്തിരുവടിയുടെ രൂപം കാണുമ്പോൾ, അല്ലെങ്കിൽ നിന്തിരുവടിയുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ആനന്ദ വിവശമാവുകയും രോമാഞ്ചമണിയുകയും ആനന്ദമൂർച്ഛ കൊണ്ടുണ്ടായ തണുത്ത കണ്ണുനീർ തുള്ളികളിൽ ആറാടുകയും ചെയ്യുമെന്ന് നമ്മൾ നേരത്തെയുള്ള ശ്ലോകത്തിൽ പറഞ്ഞു. ഇവിടെ വീണ്ടും പറയുകയാണ്, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രഹ്ലാദി ഭക്തന്മാരാൽ സ്വീകരിക്കപ്പെട്ട ഭക്തിയോഗം കർമ്മയോഗത്തെക്കാളും ജ്ഞാനയോഗത്തെക്കാളും അത്യുത്തമമാണെന്ന് വ്യാസനാരദാദി യോഗീശ്വരന്മാർ പ്രകീർത്തിക്കുന്നത്. പിന്നെയും പറയുന്നു, അല്ലയോ ലക്ഷ്മീകാന്തനായ ഭഗവാനെ, വീണ്ടും പറയുകയാണ്, ഓ
ഹേ രമാവല്ലഭ, ലക്ഷ്മീകാന്തനായ രമയുടെ വല്ലഭനെ എന്നാണ് ഭഗവാനെ, സൗന്ദര്യമെന്ന ഒരേ ഒരു രസത്തോടു കൂടിയ അങ്ങയിലുള്ള പ്രേമാതിരേക സ്വരൂപിണിയായ ഭക്തി ലോകവാസികൾക്കെല്ലാം അനായാസം കൈവരുന്നതാണ്. അതായത് സാധാരണക്കാർക്കെല്ലാം തന്നെ ശ്രമം കൂടാതെ സ്വാഭാവികമായി കൈവരുന്നതാണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി 7 തൊട്ടിട്ടുള്ള ഒരു 2-3 ശ്ലോകങ്ങൾ ഭക്തി മഹത്വത്തെക്കുറിച്ചാണ് കൂടുതലും വെളിപ്പെടുത്തുന്നത്. 7ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം കഴിഞ്ഞു. ഹരേ കൃഷ്ണ.